IPL 2025 നോട്ട്ബുക്ക് സെലിബ്രേഷന്റെ പേരിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് സ്പിന്നർ ദിഗ്വേഷ് രതിക്കെതിരെ നടപടിയെടുത്ത BCCI വിമർശിച്ച് ന്യൂസിലൻഡ് കമന്റേറ്റർ സൈമൺ ഡൗൾ എത്തിയിരിക്കുകയാണ്. വിക്കറ്റ് എടുത്ത ശേഷം ബൗളർ കൈയിലോ നിലത്തോ കുറിപ്പുകൾ എഴുതുന്ന രീതിയാണ് പൊതുവെ നോട്ട്ബുക്ക് സെലിബ്രേഷൻ എന്നറിയപ്പെടുന്നത്. ഇതേ കുറ്റം മൂന്നാം തവണയും ആവർത്തിച്ചതിന്റെ പേരിലാണ് സസ്പെൻഷന്റെ ദിക്കിൽ ദിഗ്വേഷ് എത്തിയിരിക്കുന്നത്. വിക്കറ്റ് നേട്ടം വ്യത്യസ്തമായി ആഘോഷിച്ച ദിഗ്വേഷിന്റെ രീതി ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. BCCIയുടെ അച്ചടക്ക നടപടിക്കും ഇത് കാരണമായി. സീസണിന്റെ തുടക്കത്തിൽ പഞ്ചാബ് കിങ്സിന്റെ പ്രിയാൻഷ് ആര്യയെ പുറത്താക്കിയപ്പോഴായിരുന്നു ആദ്യത്തെ ആഘോഷം. വിക്കറ്റ് നേട്ടം കൈവെള്ളയിൽ എഴുതുന്നത് പോലെ ആംഗ്യം കാണിക്കുകയായിരുന്നു. ഇതിന് മാച്ച് ഫീയുടെ 25% പിഴയും ഒരു ഡീമെറിറ്റ് പോയിന്റും ചുമത്തിയിരുന്നു. മുംബൈ ഇന്ത്യൻസിന്റെ നമൻദീറിനെതിരെയും ഇതേ ആംഗ്യം ആവർത്തിച്ചത് കൂടുതൽ വലിയ പിഴയ്ക്ക് കാരണമായി. 50% മാച്ച് ഫീ പിഴയും 2 ഡീമെറിറ്റ് പോയിന്റുകളുമാണ് ചുമത്തിയത്. ഇതോടെ 3 ഡീമെറിറ്റ് പോയിന്റുകളായി. ഏപ്രിൽ 8-ന് കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ KKRന്റെ സുനിൽ നരൈന്റെ വിക്കറ്റ് എടുത്തതിന് ശേഷം അല്പം കൂടി വ്യത്യസ്തമായ നോട്ട്ബുക്ക് സെലിബ്രേഷനാണ് നടത്തിയത്. വിക്കറ്റ് നേട്ടം ദിഗ്വേഷ് വിരൽ കൊണ്ട് തറയിൽ എഴുതുന്നതായി കാണിക്കുകയായിരുന്നു. ഇത് വിലക്ക് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് കാരണമായേക്കും. കൈപ്പത്തിക്ക് പകരം നിലത്തെഴുതുന്നതായി അനുകരിച്ച് തന്റെ സിഗ്നേച്ചർ ആഘോഷത്തിന്റെ ലളിതമായ പതിപ്പ് നടത്തുകയായിരുന്നു ദിഗ്വേഷ്. LSGക്കായി 5 മത്സരങ്ങളിൽ നിന്ന് ഡൽഹി സ്വദേശിയായ ദിഗ്വേഷ് ഇതുവരെ 7 വിക്കറ്റുകൾ നേടിയിട്ടുണ്ട്. നർമ്മത്തിനു വേണ്ടിയുള്ള നിരുപദ്രവകരമായ ആഘോഷം മാത്രമാണിതെന്ന് സഹതാരങ്ങൾ ഉൾപ്പെടെ അഭിപ്രായപ്പെട്ടെങ്കിലും BCCI അച്ചടക്ക സമിതി അത് മുഖവിലക്കെടുത്തിട്ടില്ല. യുവ സ്പിന്നർക്കെതിരെ BCCI തുടർച്ചയായി സ്വീകരിക്കുന്ന അച്ചടക്ക നടപടികളെ സൈമൺ ഡൗൾ വിമർശിക്കുന്നുണ്ട്. ദിഗ്വേഷ് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നാണ് തന്റെ അഭിപ്രായമെന്നും പിഴ ചുമത്തിയതിനെ പിന്തുണയ്ക്കുന്നില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. മുതിർന്ന ഇന്ത്യൻ കളിക്കാർ വളരെ മോശമായി പെരുമാറുന്നത് താൻ കണ്ടിട്ടുണ്ടെന്നും അവർക്ക് പിഴ ലഭിച്ചിട്ടില്ലെന്നും കളിക്കാരെ ശിക്ഷിക്കുന്നതിലെ പൊരുത്തക്കേട് നിരാശാജനകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. LSGയുടെ ഷഹബാസ് അഹമ്മദും ദിഗ്വേഷിനെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. ദിഗ്വേഷ് ആദ്യം പുറത്താക്കിയ പ്രിയാൻഷ് ആര്യ അദ്ദേഹത്തിന്റെ വളരെ നല്ല സുഹൃത്താണെന്നും സൗഹൃദപരമായ രീതിയിലാണ് ദിഗ്വേഷ് അത് ചെയ്തതെന്നും പക്ഷേ സസ്പെൻഷന്റെ വക്കിലായതുകൊണ്ട് തന്നെ ദിഗ്വേഷ് ഇത് ആവർത്തിക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്നു എന്നുമാണ് ഷഹബാസ് പറഞ്ഞത്. ഈ നോട്ട്ബുക്ക് സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് വിരാട് കോഹ്ലിയുടെ ഒരു പ്രതികാര കഥ കൂടിയുണ്ട്. 2019 വെസ്റ്റ് ഇൻഡീസിനെതിരായ 1-ാം T20യിൽ വിരാട് കോഹ്ലി പതുക്കെയാണ് തുടങ്ങിയത്. ചെറിയ ഇടവേളയ്ക്ക് ശേഷം കളിച്ച കോഹ്ലി താളം കണ്ടെത്താൻ അല്പം ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. കോഹ്ലിയെ മെരുക്കാനാവുന്നുണ്ടെന്ന് വെസ്റ്റ് ഇൻഡീസ് ബോളർമാരും തുടക്കത്തിൽ കരുതി. എന്നാൽ എല്ലാം മാറിയത് പെട്ടെന്നാണ്. കോഹ്ലി ആക്രമണകാരിയായി തലങ്ങും വിലങ്ങും പന്ത് അടിച്ചകറ്റി. മത്സരത്തിന്റെ 16-ാം ഓവറിൽ വിരാട് കോഹ്ലി എല്ലാവരെയും അമ്പരപ്പിച്ച് വ്യത്യസ്തമായ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തു. വെസ്റ്റ് ഇൻഡീസിന്റെ കെസ്റിക് വില്യംസിനെ കൂറ്റൻ സിക്സറിന് പായിച്ചതിന് ശേഷമായിരുന്നു കോഹ്ലിയുടെ നോട്ട്ബുക്ക് സെലിബ്രേഷൻ. ഇന്ത്യൻ നായകന്റെ പ്രകടനം കണ്ട് കളി കാണുന്നവരെല്ലാം തെല്ലൊന്ന് അമ്പരന്നു. എന്നാൽ എന്തായിരുന്നു ഇതിനു പിന്നിലെ കാരണമെന്ന് ഈ മത്സരത്തിന് ശേഷം കോഹ്ലി തന്നെ വെളിപ്പെടുത്തുകയായിരുന്നു. വിക്കറ്റ് എടുത്താൽ പ്രത്യേക രീതിയിൽ ആഘോഷിക്കുന്ന സ്വഭാവം വില്യംസിനുണ്ട്. താൻ എടുക്കുന്ന ഓരോ വിക്കറ്റും ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുന്നത് പോലെയാണ് വില്യംസ് ആംഗ്യം കാണിക്കാറുള്ളത്. ഇങ്ങനെ എഴുതി വെക്കുന്ന ആംഗ്യം കാണിക്കുന്നത് പോലെയാണ് വില്യംസ് ബാറ്റ്സ്മാനെ പവലിയനിലേക്ക് അയക്കാറുള്ളത്. 2017 ഒരു T20 മത്സരത്തിൽ വിരാട് കോഹ്ലിയെ പുറത്താക്കിയപ്പോൾ വില്യംസ് നോട്ട്ബുക്ക് സെലിബ്രേഷൻ നടത്തിയിരുന്നു. ഇതിനുള്ള മറുപടിയാണ് താൻ നൽകിയത് എന്നാണ് ഈ മത്സരത്തിന് ശേഷം കോഹ്ലി വെളിപ്പെടുത്തിയത്. തനിക്ക് വില്യംസിനോട് ബഹുമാനം മാത്രമാണുള്ളതെന്നും ഇതൊക്കെ ക്രിക്കറ്റിന്റെ ഭാഗമാണെന്നും ഇന്ത്യൻ നായകൻ അന്ന് കൂട്ടിച്ചേർത്തിരുന്നു. മത്സരത്തിൽ 6 സിക്സർ അടക്കം 50 പന്തിൽ നിന്ന് 94 റൺസ് എടുത്ത് കോഹ്ലി പുറത്താവാതെ നിൽക്കുകയായിരുന്നു. നോട്ട്ബുക്ക് സെലിബ്രേഷൻ ഏറെ ശ്രദ്ധേയമായത് ഈ സംഭവങ്ങൾക്ക് ശേഷമാണ്. എന്തായാലും ഇനി ദിഗ്വേഷ് ഈ ആഘോഷം ആവർത്തിക്കില്ല എന്നാണ് ക്രിക്കറ്റ് ലോകം പ്രതീക്ഷിക്കുന്നത്.